സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് പുരോഗതിയുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. നഗരത്തിലെ ചില കളക്ഷൻ ഹബ്ബുകൾ താൻ സന്ദർശിച്ചതായും ബിഎൽഒമാർ വളരെ ഉത്സാഹത്തോടെയാണ് ജോലി ചെയ്യുന്നതെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ശ്രീനന്ദ SP തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ നന്നായിട്ടാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ്. സർ, എങ്ങനെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു ഭാഗമായിട്ടുള്ള ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മുന്നോട്ട് പോകുന്നത്? വളരെ നല്ല വിധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ അതാണ് ജനങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ നമുക്ക് ഓരോരോ വീട്ടിലേക്ക് പോയിട്ട് ഓരോരോ ആൾ കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ ജനങ്ങളുടെ സഹായത്തോടു കൂടി, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ സഹായത്തോടു കൂടി നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ നല്ല വിധത്തിൽ ഡിജിറ്റൈസേഷൻ കൂടി ചെയ്യാൻ സാധിക്കും. ഈ BLOനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വില്ലേജിലെ സ്റ്റാഫും പിന്നെ താലൂക്കിൻ്റെ സ്റ്റാഫ് കൂടിയുണ്ട്. അവരുടെ കൂടെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്. സോ അങ്ങനെ അവർക്ക് നല്ല വിധം സഹായം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ മൊത്തം പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ ഈ ഫോമിൽ അവർക്ക് കുറേ സംശയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് രണ്ടാമത്തെ തവണ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് ഇതുവരെ നമുക്ക് സ്റ്റേ ഒന്നും തന്നെ വന്നിട്ടില്ല. കോടതി പരിഗണിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് 26-ാം തീയതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് SIR മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ളൊരു പ്രചോദനമായിട്ട് തന്നെയല്ലേ കരുതേണ്ടത്? നമുക്ക് ശരിക്കും ഇലക്ഷൻ കമ്മീഷനുടെ ഒരു ഉത്തരവ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കണം. നമുക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്കുള്ള ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, എല്ലാ ഇലക്ഷൻ മെഷീനറി, വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജൻസിയുടെ സഹായം, അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, ജനങ്ങളുടെ സഹായമാണ്. അതാണ് നമുക്കുള്ള മോട്ടിവേഷൻ. പിന്നെ കൃത്യമായിട്ട് ഒരു മാൻഡേറ്റ് ഇലക്ഷൻ കമ്മീഷനുടെ നമ്മുടെ മുൻപിലുണ്ട്. ആ മാൻഡേറ്റ് തരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഒരു ഇലക്ട്രൽ റൂളിൻ്റെ റിവിഷൻ കൃത്യമായിട്ട് നടത്തണം എന്നുള്ളത്. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കേരളത്തിൽ നടത്തണം എന്നുള്ള ഒരു നമ്മുടെ ഉദ്ദേശം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇപ്പോൾ നല്ല വിധത്തിൽ എല്ലാവരുടെ സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് നമുക്കുള്ള ഒരു മോട്ടിവേഷൻ. പിന്നെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നമുക്കുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ. സോ വളരെ നല്ല വിധത്തിൽ എല്ലാവരുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പം കുറേ വോളണ്ടിയേഴ്സ് കൂടിയുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉറപ്പ് വരുത്തിയിട്ടുള്ളത്. അവരുടെ സഹായത്തോടു കൂടി നമുക്ക് വളരെ നല്ല വിധത്തിൽ നമുക്ക് കേരളത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വോളണ്ടിയേഴ്സ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമൊക്കെ പോയി നടത്തുമ്പോൾ ഉള്ളൊരു ഇതെങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ ഡെമോക്രസിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലൊക്കെ വില്ലിംഗ്ലി സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണോ ഇത്? യെസ്, കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണോ എല്ലാ കാര്യങ്ങളും? അതെ, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഞങ്ങൾ കൂടുതലും ഡിജിറ്റലൈസേഷൻ ആണ് ഡാറ്റ എൻട്രി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റലൈസേഷന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നുണ്ട് ഇപ്പോൾ സാധാരണ ആൾക്കാർ. ഒരുപാട് പേര് അതിൽ ആഡ് ആവുന്നുണ്ട്. അല്ല, നമ്മൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ചെയ്യുന്നത്, ഞങ്ങളെല്ലാം ഫോം ചെയ്യുന്നതേ ഉള്ളൂ. സാർ, ഒരു കാര്യം കൂടി, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആദ്യം ഇതിൽ നിന്ന് ഒരു എതിർപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് സമയം നീട്ടി നൽകണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ എതിർപ്പിൽ നിന്ന് സമയം നീട്ടി നൽകണം എന്നൊരു കാര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അപ്പോൾ അതും ഒരു ഇതല്ലേ, ഇതിനൊരു മുന്നോട്ട് പോകുന്നതിലുള്ളൊരു മുൻതൂക്കം തന്നെയല്ലേ? ഇലക്ഷൻ കമ്മീഷനുടെ മാൻഡേറ്റ് വന്ന ശേഷം നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ച നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് വിളിക്കാറുണ്ട്. നമ്മുടെ പ്രോഗ്രസ് അവരുടെ മുൻപ് നമ്മൾ ഒരു റിവ്യൂക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരുടെ സഹായം നേരത്തെ മുതൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസ് ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരുടെ സഹായം നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൾ സെൻറ്റർ ഒരു പ്രത്യേകമായിട്ടുള്ള ഇമെയിൽ വെച്ചിട്ടുള്ളത്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും 2002 വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ അവരുടെ ഭാഗത്തിനും എല്ലാവിധ സഹായം നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്, ഭാവിയിൽ കിട്ടും.
എന്തായാലും എന്ത് തരത്തിൽ പറഞ്ഞാലും വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ വിവേകിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.